ഹായ് ഹലോ. അപ്പം ഞാനിന്ന് നമ്മുടെ വെറ്റ്ലാൻഡിൻ്റെ വെഡ്ഡിങ് സെക്ഷനിൽ നിൽക്കുകയാണ്. എന്താണെന്നല്ലേ, എൻ്റെ ഇക്കാടെ മോളുടെ കല്യാണമാണ് കേട്ടോ. കുടുംബത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം വന്നൊരു അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു കല്യാണമായിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കുന്നത്. അപ്പോൾ അവൾക്ക് തലേ ദിവസത്തെ റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ലെഹങ്ക സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. MKയിൽ നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻ ലെഹങ്കയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ലെഹങ്കയൊക്കെ നോക്കുകയാണ്. ഇതാണ് നമ്മുടെ ബ്രൈഡ് ഐഷ. അപ്പോൾ അവൾക്ക് എല്ലാ ഡ്രസ്സുകളും ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഏതാ ചേരുന്നത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ നോക്കുന്നുണ്ട്. എടുത്ത ഡ്രസ്സ് നമ്മൾ കാണിക്കുന്നില്ല, കാരണം കല്യാണ വിശേഷങ്ങളുമായിട്ട് കുറേ വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോ ദിവസത്തേതായിട്ട് കാണിക്കാം. അപ്പോൾ ഈ ഒരു ഗൗൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഡ്രസ്സിനോടും ഓരോ അഭിപ്രായങ്ങളാണ്. അപ്പം നമ്മൾ ലെഹങ്കയൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം അവർക്ക് ഇങ്ങനെ ഈ അറബിക് ലാച്ച ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അത് നോക്കുകയാണ്. പിന്നെ വീണ്ടും നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോയി ഇത്താമാർക്കൊക്കെ സാരി എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ അടിപൊളി സെലക്ഷനിൽ ബനാറസിൻ്റെ സാരി ഉണ്ടായിരുന്നു. അപ്പോൾ ദാണ്ടെ ആ 2 സാരി ഞാൻ വെറുതെ എടുത്ത് വെച്ച് നോക്കിയതാണ്. പക്ഷേ എനിക്ക് നല്ല വണ്ണം തോന്നിക്കുന്ന സാരി എടുത്തപ്പോൾ ഞാനതെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പിള്ളേർ പറഞ്ഞു കളറൊക്കെ ചേരുന്നുണ്ടെന്ന്. കളറൊക്കെ ചേർന്നു, പക്ഷേ കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ അപ്പു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വീഡിയോ എടുത്തപ്പോഴേ പറഞ്ഞ് എന്നെ ഒന്ന് കാണിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണ്ടേ ഈ ഒരു യെല്ലോ കളർ, ഞാൻ പറഞ്ഞില്ലേ മസ്റ്റാർഡ് യെല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഫ്ലാറ്റാവും, ഞാൻ വീഴും. അപ്പോൾ ഇതെടുത്ത് എനിക്ക് അവർ സെറ്റ് ചെയ്ത് കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അവിടെ നിന്നവർക്ക് പറഞ്ഞാൽ നല്ല രസമുണ്ടെന്ന്. പക്ഷേ ബഡ്ജറ്റ് ഭയങ്കര കൂടുതൽ കേട്ടോ, 7000 രൂപയായിരുന്നു. അത് നമ്മളവിടെ വെച്ചിട്ട് വന്ന്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഓരോ ദിവസത്തേക്കുള്ള ഓരോ ഡ്രസ്സുകൾ ഇങ്ങനെ മാറ്റി നോക്കിയെടുക്കുകയാണ്. കുറച്ച് അടിപൊളി മെറ്റീരിയലും കളക്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഓരോ ദിവസത്തേക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി എടുക്കുന്നുണ്ട്. ഇതെടുക്കുക അതെടുക്കുക. വീണ്ടും ഞാൻ ഈ ഷെമീത്തായെ കൊണ്ടിട്ട് ആ മസ്റ്റാർഡ് എല്ലാം നിർബന്ധിച്ച് എടുപ്പിച്ചിട്ടുണ്ട്. ലിജിത്തായെ കൊണ്ട് ഒരു മസ്റ്റാർഡ് കളർ സാരി എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്ട് നമുക്കെല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ നിസ്സാത്ത പ്ലാൻ ചെയ്യുകയാണ്, ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ട് വന്നിട്ട് ബാക്കി പർച്ചേസ് ചെയ്യാന്നുള്ളത്. അങ്ങനെ നമ്മളൊരു ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിയൊക്കെ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അവരോട് നമ്മൾ പറഞ്ഞിട്ട് നേരെ പോകുന്നത് ഇടാൻ കൊല്ലത്ത് ഫയൽവാനിലാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ ഇങ്ങനെ 2 സെക്ഷനായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് 2ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ആ വീഡിയോ എടുത്തതൊന്നും. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോഗ്രാഫർ ഇപ്പോഴത്തത്. അപ്പോൾ ആ പിള്ളേരും ഞങ്ങളൊക്കെ കുറച്ച് ബിരിയാണിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലരും മീൽസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഓരോന്നൊക്കെ വന്നു. പക്ഷേ എനിക്കും സിവിനാത്താക്കും മാത്രം ബിരിയാണി വരാൻ ഭയങ്കര ലേറ്റായിരുന്നു. അപ്പോൾ ഇതാണ്ട് ഇത്ത ഒരു പിടി വെള്ളച്ചോറ് വാരിത്തന്ന് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മുടെ അവിടെ ഞാനൊക്കെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കാണുമ്പോൾ ഇത്താമാരിങ്ങനെ ഒരു പിടിയൊക്കെ വാരിത്തരുമ്പോൾ ഭയങ്കര സന്തോഷം. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളൊരു ഗോലി സോഡയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ബാക്കി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ബില്ലടിയും ബില്ലിൻ്റെ സെക്ഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇത് ഐഷയുടെ ലെഹങ്കയും കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൾക്കൊരു അടിപൊളി മിക്സിയൊക്കെ ഗിഫ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളായിട്ട്